ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 മാർച്ച് 24 മുതൽ മാർച്ച് 30 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത്. ഭാരതീയ ജ്യോതിഷ നമ്മളെടുക്കുമ്പോൾ അത് വെസ്റ്റേൺ അസ്ട്രോളജിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവിടെ സൂചനകൾ നൽകും. പിന്നെ രത്നധാരണത്തെക്കുറിച്ചോ നിറത്തെക്കുറിച്ചോ ഒക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം. ന്യൂമറോളജി ചില നമ്പേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്ന് വരാം. ഭാരതീയ ജ്യോതിഷം എന്ന് പറയുന്നത് വളരെ കോംപ്രിഹെൻസീവാണ്. അതിനകത്ത് നിറവും രത്നവും ഒക്കെ വരുന്നുണ്ട്, നമ്പറും ഒക്കെ വരുന്നുണ്ട്. അതിനേക്കാളും ഒക്കെ ഉപരി നമ്മൾ ഗ്രഹങ്ങളെ ഗ്രഹങ്ങളായിട്ട് മാത്രമല്ല ഗ്രഹദേവതമാരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ തൃപ്തി, ദേവതാ തൃപ്തി വരുത്തുന്നതുകൊണ്ട് ദോഷഫലങ്ങൾ കുറയുമെന്നും ശുഭഫലങ്ങൾ തടസ്സമില്ലാതെ വരും എന്നുള്ളതാണ് വിശ്വാസം. പ്രാർത്ഥന, ജപധ്യാനാദികൾ, ക്ഷേത്രദർശനം, ക്ഷേത്രത്തിൽ കഴിയുമെങ്കിൽ ചെറിയ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക, ഇതൊക്കെയാണ് ഭാരതീയമായിട്ടുള്ള ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ. അത് വളരെ ലളിതമായിരിക്കും. ഈ പ്രോഗ്രാമിൽ പറയുന്ന പണച്ചെലവ് ഉണ്ടാവില്ല. അത് കഴിയുന്നവർ അവിടെ ക്ഷേത്രങ്ങളിൽ ചെറിയ വഴിപാടുകൾ നടത്തുക, അല്ലാത്തവർ ജപധ്യാനം ധാരാളം മതിയാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഇനി ഫലങ്ങളാണ്. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. മാറ്റങ്ങളുടെ ഒരു വാരമാണ് എന്നുള്ളതാണ്. സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ കുടുംബത്തിൽ വരാനുള്ള യോഗമുണ്ട്. അതായത് വാസസ്ഥാനം, ഗൃഹം മാറുക, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുക, വസ്തു വാങ്ങുക, ഫ്ലാറ്റ് വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനോ അത് ചിലപ്പോൾ ലഭിക്കുവാനോ ഒക്കെ ഭാഗ്യമുള്ള ഒരു വാരമാണ്. ഇതിനാവശ്യമായിട്ടുള്ള ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഒരു യോഗവുമൊക്കെ ഈ വാരം കാണുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. വിവാഹകാര്യങ്ങളിൽ മധ്യമകാലം എന്ന് പറയാം. വിവാഹാലോചനകളൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹ നിശ്ചയത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ജാതകപ്പൊരുത്തമുണ്ടോ എന്നൊക്കെ നോക്കണം, കാര്യമായിട്ട് നോക്കണം. സ്ഥാനതുല്യത നമ്മുടെ ജീവിത രീതിയുമായിട്ട് യോജിച്ച് പോകുന്നവരാണോ എന്നുള്ള കാര്യമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലം എന്ന് പറയും. കാരണം വ്യാഴൻ പൂർണ്ണ ബലവാനല്ല എന്നുള്ളത്. ദൈവാധീനകാരകനായിട്ടുള്ള വ്യാഴന് പൂർണ്ണ ബലം അങ്ങോട്ട് കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് ദൈവാധീനം വരുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതിനകത്ത് ഭൗതികമായിട്ടുള്ള ഒരു തലമാണ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആചാര്യന്മാരുടെയും കാരണവസ്ഥാനീയരുടെയും ഒക്കെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറയാനുള്ള കാരണം അതാണ്. പൊതുവെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും ബന്ധു സമാഗമം എന്നൊക്കെ പറയും, പഴയ ബന്ധുക്കളെയൊക്കെ കാണാനും പഴയ കൂട്ടുകാരെയൊക്കെ കാണാനും അതിൽ ചില ആഘോഷങ്ങളൊക്കെ വരുവാനും ഒക്കെയുള്ള യോഗമുണ്ട്. രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക്, സന്തതി സ്ഥാനീയർക്കും നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. അവർക്ക് എക്സാംസിലൊക്കെ വിജയം, അല്ലെങ്കിൽ അവരുടെ കുടുംബകാര്യങ്ങളിലൊരു തീരുമാനം, അവരുടെ വിവാഹ നിശ്ചയം, ഇതിനൊക്കെയുള്ള സാധ്യതയുള്ളൊരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. ബിസിനസ് രംഗത്ത് ഒക്കെ ആക്റ്റീവായിട്ടുള്ളവർക്ക് ബിസിനസ്സിൽ ചെറിയ ഒരു പുരോഗതിയെങ്കിലും ദൃശ്യമാകും. എന്നാൽ സാമ്പത്തികമായിട്ട് കുറച്ചൊരു പണച്ചെലവേറെയുള്ള വാരമാണ്. അല്പം ഒരു അലച്ചിലും ഒക്കെ ഉണ്ടാകാം. എങ്കിലും അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ പണ്ട് വളരെയധികം ബാധ്യത വരുത്തി വെച്ചിട്ടുള്ളവർ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം. അവർക്ക് മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ വരുമെങ്കിൽ തന്നെയും അത് അത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അനുഭവേദ്യമാകണമെന്നോ ഇല്ല. അപ്പോഴും പഴയ ബാധ്യതയുള്ളപ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു പോകുമല്ലോ. അപ്പോൾ പ്രധാനമായിട്ടും അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ രാശിയിൽ ജനിച്ച എല്ലാവരും ചെയ്യാവുന്ന കാര്യമാണ് അന്നപൂർണേശ്വരി സ്തോത്രം ജപിക്കുക. അടുത്ത അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി, ദേവീക്ഷേത്രം ഇവയിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. ദിവസവും ദർശനം നടത്തിക്കോളൂ. അവിടെ പോകുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും 48 മിനിറ്റ് ഒരു മുഹൂർത്തകാലം അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളൂ. അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും എന്ന് മാത്രമല്ല, അനുകൂലമല്ലാത്ത ഫലങ്ങളിൽ കുറവുണ്ടാകും, കാര്യമായിട്ട് കുറവുണ്ടാകും. മനസ്സിന് സമാധാനവും കുടുംബത്തിൽ ഐശ്വര്യവും ഉണ്ടാകുവാനായിട്ട് ഈ പരിഹാരം അനുഷ്ഠിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിൽ സമാധാനം ലഭിക്കും, സംശയം വേണ്ട. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം.
അധിക പണച്ചെലവ് കുറച്ചു കാലമായിട്ടുണ്ട്. അത് ഈ വാരവും തുടരുമെങ്കിലും വരുമാനത്തിൽ അല്പം ഒരു വർധനവ്, അതായത് മാർക്കറ്റിംഗ് ഫീൽഡിലോ അല്ലെങ്കിൽ ഈ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സെയിൽസ് ഒന്ന് ബെറ്റർ ചെയ്യാൻ, വർദ്ധിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വരുമാന കൂടുതലും അതിൻ്റെ ഒരു സന്തോഷവുമൊക്കെ വരുവാൻ ഭാഗ്യമുള്ള വാരമാണ് എന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. അലർജിക് കണ്ടീഷൻസൊക്കെ വരാം എന്ന് മാത്രമല്ല, ഉദര സംബന്ധമായിട്ടുള്ള നമ്മൾ പറയാറുണ്ടല്ലോ, ദഹനവുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ കാണുന്നു എന്നുള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ കഴിയുന്നതും ഒന്ന് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. പുതിയ മെഡിക്കേഷനൊക്കെ എടുക്കുമ്പോഴും അലർജി അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറെ നല്ലത് എന്നുള്ള കാര്യം അറിയുക. വ്യാഴൻ 12 മറഞ്ഞു എന്നൊക്കെ ആചാര്യന്മാർ പറയാറുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ദൈവാധീന കുറവ് കാണും. അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ കെയർ എല്ലാ കാര്യങ്ങളിലും വേണം. ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കണം. പാർട്ടീഷനൊക്കെ ഗൃഹത്തിൽ നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഓഫീസിലോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മളോടുള്ള അഭിപ്രായം ചോദിച്ചാലും വളരെ മയത്തിൽ വേണം മറുപടി പറയുവാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. വേണ്ടപ്പെട്ടവരായാലും അന്യരായാലും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം. ആരോപണങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സൽപ്പേരിന് ചെറിയ പ്രയാസങ്ങളൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് സോഷ്യലൈസേഷനൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. രാത്രികാല സഞ്ചാരവും ഒന്ന് കുറച്ചുള്ളൂ. പ്രായമായവർ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. റുമാറ്റിക് കംപ്ലയിൻസ്, ഈ ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രോബ്ലംസ്, വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് പ്രധാനമായിട്ടും കാണുന്നത്. അത് ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അത് ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സാരം. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി മഹാദേവനെ പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അടുത്ത ശിവക്ഷേത്രത്തിൽ ദിവസവും ദർശനം, അവിടെ 108 കലശം ജലധാര കഴിപ്പിക്കുക. ഓം നമഃ ശിവായ 108 പ്രാവശ്യം ഭക്തിപൂർവ്വം ദിവസവും ജപിക്കുക. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ വരുവാൻ സാധ്യതയുള്ള ഈ പ്രയാസങ്ങൾ നീങ്ങുകയും ദൈവാധീനം വർദ്ധിക്കുന്നതുകൊണ്ട് സാമ്പത്തിക നില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു മെച്ചപ്പെടുവാനുള്ള ഒരു ഭാഗ്യവും വന്നു ചേരും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ 3/4 ഭാഗം. പൊതുവെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുവാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. അതായത് വിവാഹ കാര്യങ്ങളിലൊരു തീരുമാനമാകാം. കുറച്ചു കാലമായിട്ട് വിവാഹം നോക്കിയിരുന്നവർക്ക്, പ്രത്യേകിച്ച് ചൊവ്വാദോഷം, രാഹുദോഷം, ശനിദോഷം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ജാതകത്തിൽ അതുള്ളവർക്ക് ചേരുന്ന ജാതകം കിട്ടാൻ അല്പം ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ. അവർക്കൊക്കെ തരക്കേടില്ലാത്ത സമയമാണ് വിവാഹ കാര്യങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഭൗതിക തലത്തിൽ അതിനു വേണ്ടി പ്രത്യേകം ശ്രമിക്കുക. നമ്മളെപ്പോഴും നല്ല തരക്കേടില്ലാത്ത സമയം വരുമ്പോൾ നമ്മുടെ ഒരു ശ്രമം കൂടി വേണം. എത്ര നല്ല സമയം വന്നാലും, രാജയോഗ സമയം വന്നാലും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്തൊരു സ്റ്റുഡൻറ്റിന് നല്ല മാർക്സ് കിട്ടാൻ വിഷമമാണ്. അപ്പോൾ നല്ല സമയം വരുമ്പോൾ നമ്മളത് അറിഞ്ഞുകൊണ്ട്, ഇപ്പോൾ ട്യൂഷനോ കോച്ചിങ്ങോ എന്താ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പാരൻ്റൽ കെയർ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ നല്ല സമയത്ത് കുട്ടിക്ക് കാര്യമായിട്ടുള്ള പുരോഗതി ദൃശ്യമാകും എന്നുള്ള കാര്യം അറിയാം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്കും പല നേട്ടങ്ങളും വരുവാനുള്ള ഭാഗ്യമുള്ള ഒരു വാരമാണ്. അവരുടെ എക്സാംസിൽ ക്വാളിഫൈ ചെയ്യുക, അവർക്ക് ജോലി കിട്ടുക, അവരുടെ കുടുംബകാര്യങ്ങൾ, വിവാഹത്തിലൊരു തീരുമാനമാകുക, സന്തതിയുടെ ജനനം ഉണ്ടാകുക. അപ്പോൾ കുടുംബത്തിൽ ചെറിയ ആഘോഷങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിയുക. പുതിയ വസ്തുവോ വീടോ ഫ്ലാറ്റോ ഒക്കെ വാങ്ങുന്നതിനെക്കുറിച്ചൊരു പ്ലാനിങ് നടത്തും. അത് വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ ശ്രമിക്കാം, ചിട്ടി ഇവയൊക്കെ ശ്രമിക്കാവുന്നതാണ്. അതുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകളിൽ കാണുന്നുണ്ട്. തടസ്സങ്ങളൊക്കെ നീക്കുവാനായി അടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ കഴിയുമെങ്കിൽ ഒരു പുഷ്പാഞ്ജലി ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ നടത്തുക. ശ്രീകൃഷ്ണ സ്തോത്രം കൂടി ജപിച്ചോളൂ. ദിവസവും ജപിക്കുക. കിഴക്ക് ദർശനമായിട്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും. കാര്യതടസ്സം അനുഭവപ്പെട്ടിരുന്നവർക്ക് ആ കാര്യതടസ്സം നീങ്ങുകയും ചെയ്യും. പഴയ ബാധ്യതകളൊക്കെ ഉള്ളവർക്ക്, ലോണും കടവും ഒക്കെ ഉള്ളവർക്ക് അതും കുറയ്ക്കുവാനുള്ള ഒരു അവസരം ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കും എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ 1/4 ഭാഗം, പൂയം, ആയില്യം.
മനസ്സിന് അല്പം ഒരു ആശ്വാസം അല്ലെങ്കിൽ ആത്മവിശ്വാസം വന്നു ചേരുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ വാരം തന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചമായിട്ടുള്ള അനുഭവം, അല്പം പണം വരാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചനകളൊക്കെ ഒരുങ്ങുവാനോ ഒക്കെ ഉള്ളൊരു ഭാഗ്യം കഴിഞ്ഞ വാരം ഉണ്ടായിരുന്നു. ഈ വാരം കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ, അല്പം പണം വന്നു ചേരുവാനും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. എഡ്യൂക്കേഷനിൽ ബെറ്റർമെൻറ്റ് കാണുന്നുണ്ട്. ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എൻജിനീയേഴ്സ്, ബിസിനസ് എക്സിക്യൂട്ടീവ്സ് അവർക്കൊക്കെ അവരുടെ പഠനം തുടരുവാനോ അത് ഹയർ ക്വാളിഫിക്കേഷൻസൊക്കെ നേടിയെടുക്കുവാനോ എൻട്രൻസിലൊക്കെ ക്വാളിഫൈ ചെയ്യാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. ഇപ്പോൾ എക്സാംസൊക്കെ നടക്കുന്നവർക്ക് മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തിക രംഗത്തും പൊതുവെ മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ കാണുന്നു. എഡ്യൂക്കേഷൻ ഫീൽഡിൽ മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ സൂചനയിലുണ്ട് എന്നുള്ളതുകൊണ്ട് എഫേർട്ട് നമ്മൾ വളരെ നന്നായിട്ട് വേണം എന്നുള്ളതാണ്. അലേർട്ടായിരിക്കണം. എവിടെയൊക്കെ ഇപ്പോൾ ജോലിക്ക് വേക്കൻസി ഉണ്ടോ അതൊക്കെ അലേർട്ടായിരുന്നാലേ നമുക്ക് ആ വേക്കൻസിയുടെ ഒരു ഫലം ലഭിക്കുകയുള്ളൂ. എന്ത് കോൾ ലെറ്റർ, ഇൻ്റർവ്യൂ വന്നാലും അപ്പം തന്നെ അതിന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സംശയം പാടില്ല. യാത്രകളുണ്ടാകാം. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഭാഗ്യം, ഹൈ കോൺടാക്ട്സ് ലഭിക്കുവാനുള്ള യോഗം, പ്രണയിക്കുവാനുള്ളൊരു യോഗവും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രയാസങ്ങളൊക്കെ തന്നെ നീങ്ങിപ്പോകും എന്നുള്ള കാര്യം അറിയുക. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. വ്യാഴൻ്റെ ഒരു അനുകൂലമായിട്ടുള്ള സ്ഥാനം നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ നേട്ടങ്ങളൊക്കെ വരുത്തുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അതായത് എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് ചെറിയൊരു വരുമാന മാർഗ്ഗമെങ്കിലും, അതായത് നമുക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു പ്ലേസ്മെൻ്റ് അല്ല, ചെറിയൊരു വരുമാന മാർഗ്ഗമെങ്കിലും വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ജോലിയുള്ളവർക്ക് അല്പം കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലേസ്മെൻറ്റ് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതായത് സാലറി ഇൻക്രീസ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എലമെൻറ്റ്സ് അഡീഷണൽ ആയിട്ട് ലഭിക്കുവാനോ ഓഫീസിൽ കുറച്ചുകൂടി ഒരു പവർ ആൻഡ് അതോറിറ്റി ഉള്ളൊരു പോസ്റ്റിലേക്ക് മാറുവാനോ ഒക്കെയുള്ള സാധ്യത ഏറെയാണ്. ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ സൂചന വന്നാലും ആ ട്രാൻസ്ഫർ കൊണ്ട് നേട്ടങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരു ബെറ്റർ പൊസിഷനോ ബെറ്റർ അതോറിറ്റിയോ ഒക്കെ ഈ ട്രാൻസ്ഫർ കൊണ്ട് വരാം. ആദ്യം അതുകൊണ്ടുള്ളൊരു മനപ്രയാസം ഉണ്ടാകുമെങ്കിലും അതുകൊണ്ട് പിന്നീട് നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത് എന്നുള്ള കാര്യം അറിയുക. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, വിവാഹ ആലോചനയൊക്കെ വരും, നിശ്ചയിക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഒരുങ്ങിയാലും ശനിയുടെ ഒരു സ്ഥിതി വെച്ച് പറയുമ്പോൾ നമുക്ക് യോജിക്കാത്ത രീതിയിലുള്ള ബന്ധം വരാനുള്ള ചില സാംസ്കാരികമായിട്ട് നമ്മുടെ ജീവിത രീതിയുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കണം. പ്രണയ കാര്യങ്ങൾക്കാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഒട്ടും യോജിക്കാത്ത ആൾക്കാരോട് ഒരു പക്ഷേ നമുക്കിഷ്ടവും പ്രണയവും ഒക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അത് ബിസിനസ്സിലും അങ്ങനെയാണ്. പുതിയ പാർട്ട്നേഴ്സ് വരാനുള്ള ഒരു സാധ്യത ഏറെ ഉണ്ടെങ്കിലും ആ പാർട്ട്നേഴ്സിനെ സ്വീകരിക്കുന്നത് ഒരു സെക്കൻഡ് തോട്ടിന് ശേഷം മതി എന്നുള്ളതാണ്. കാരണം നമുക്കൊട്ടും ചേരാത്ത രീതിയിലുള്ള പാർട്ട്ണർഷിപ്പ് വരാം. അത് പിന്നീട് പാർട്ട്ണർഷിപ്പിൽ പല പ്രയാസങ്ങളും ഉണ്ടാക്കാം. ഷെയർ മാർക്കറ്റിൽ അങ്ങനെയുള്ള റിസ്കി ട്രേഡിനൊന്നും പറ്റിയ ഒരു സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അധിക പണച്ചെലവിനുള്ള സാധ്യതയും ഉണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും പെട്ടെന്ന് പണം ആവശ്യം വരുന്നത് കൊണ്ട് നമ്മൾ അല്പം പണം കരുതി വയ്ക്കുന്നതായിരിക്കും നല്ലത്. സ്വന്തം ആരോഗ്യ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ചെറിയ വീഴ്ച മുറിവിനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഹൈ സ്പീഡ് റൈഡിംഗ് ഒക്കെ കഴിയുന്നതും ഒഴിവാക്കുക. അതിന് പ്രത്യേകം ഒരു ശ്രമം തന്നെ വേണം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ശനിപ്രീതിയാണ് വരുത്തേണ്ടത്. ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ അവിടെ ഒരു നീരാജനം കഴിപ്പിക്കുക. ദിവസവും ശ്രീ ധർമ്മശാസ്ത്ര അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി, ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വ്യാഴൻ അഷ്ടമത്തിൽ മറിയുക എന്നൊക്കെ പറയും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതൊരു ദൈവാധീന കുറവാണ്. അപ്പോൾ നമ്മളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ പിന്നീട് അതുകൊണ്ട് ചില പ്രയാസങ്ങൾ വരാം. ഉദാഹരണത്തിന് വസ്തു വാങ്ങുക അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുക, വസ്തുവിൻ്റെ ക്രയവിക്രയം എന്ന് പൊതുവേ പറയാം. വിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നഷ്ടത്തിലായിരിക്കാം. ഇനി വാങ്ങുകയാണെങ്കിൽ പിന്നീട് അത് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം എന്നുള്ള കാര്യവുമൊക്കെ അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ജോലി മാറുവാനുള്ള
ഒരു ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ സുപ്പീരിയർ അതോറിറ്റി അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സുമായിട്ട് അഭിപ്രായ വ്യത്യാസം, ഒരു ഡിസ്കണ്ടൻമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ജോലി മാറിക്കളയാം എന്നൊക്കെ ചിന്തിക്കുവാൻ പറ്റിയ സമയമല്ല. ജോലി മാറിയാൽ പുതിയ ജോലി ലഭിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി എന്ന് വരും. എന്ന് മാത്രമല്ല, പുതിയ ജോലിയിലെ സർവീസ് കണ്ടീഷൻസ് ചിലപ്പോൾ ഇപ്പോഴുള്ള ജോലിയേക്കാൾ മോശമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. വിവാഹകാര്യത്തിലും അതുപോലെ എത്ര നല്ലൊരു വാരമല്ല. വിവാഹകാര്യങ്ങളിലൊരു തീരുമാനമെടുക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. പ്രായമായവർ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. രക്തദൂഷ്യം എന്നൊക്കെ പറയും, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യം എന്നുള്ള കാര്യവും അറിഞ്ഞോളൂ. ഈ രാശിയിൽ ജനിച്ചവരുടെ പിതൃസ്ഥാനീയർക്ക്, അതായത് അച്ഛൻ്റെ ബന്ധുക്കൾ, അവർക്കൊക്കെ പൊതുവെ ഉത്തമമായിട്ടുള്ളൊരു കാലം അല്ല എന്നുള്ള സൂചന. എന്നാൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ, അവർക്ക് ടെൻഷൻസും ഒക്കെ വരാനുള്ള സാധ്യത ഏറെയാണ്. ഈ രാശിയിൽ ജനിച്ചവരുടെ സന്തതി സ്ഥാനീയർക്ക് ചെറിയ നേട്ടങ്ങളുടെ ഒരു ഭാഗ്യമുണ്ട്. അതായത് അക്കാഡമിക് അറ്റൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അല്പം പണം ലഭിക്കുക. അതുകൊണ്ട് തന്നെ പൊതുവെ കുടുംബത്തിൽ, ഈ രാശിക്കാരുടെ കുടുംബത്തിൽ ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ളൊരു വാരമല്ല. വ്യാഴൻ്റെ ഒരു ദൈവാധീന കുറവുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളിൽ ഒക്കെ പാർട്ടീഷൻ്റെ കാര്യങ്ങളിലായാലും അഭിപ്രായങ്ങൾ പറയുന്ന ഇതിലായാലും നമ്മളൊരു സ്വയം നിയന്ത്രണം പാലിക്കണം. എന്ത് അഭിപ്രായം പറയുമ്പോഴും നമ്മളൊരു പോസ് കൊടുക്കുക, ഒരു ഫ്യൂ സെക്കൻഡ്സ്. അതായത് ആ സമയത്ത് മനസ്സിൽ രാമ 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 ജപിക്കുക. എന്നിട്ട് അഭിപ്രായം പറഞ്ഞോളൂ. അപ്പോൾ ഒരു റിയാക്ഷൻ ആയിരിക്കില്ല, വികാരങ്ങൾ നിറഞ്ഞൊരു മറുപടി ആയിരിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ യുക്തി അവിടെ വരും. അപ്പോഴേക്കും നമുക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ കുറയ്ക്കുവാനും സാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. കൃഷ്ണപ്രീതി വരുത്തുന്നതുകൊണ്ട്, കൃഷ്ണ ക്ഷേത്ര ദർശനത്തോടെ പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുന്നതുകൊണ്ട് പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങും. കൃഷ്ണ സ്തോത്രം ജപിച്ചോളൂ. മനസ്സിന് സമാധാനവും കുടുംബത്തിൽ സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. യാത്രകൾ അനിവാര്യമായി വരും എന്നുള്ളതാണ്. യാത്രകൾ കൊണ്ട് ചെറിയ നേട്ടങ്ങൾ, ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടം, അതായത് പുതിയൊരു ജോലിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ജോലിയിലൊരു റൈസിന്, പ്രൊമോഷനുള്ള ഒരു ചാൻസ്, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ വന്നു ചേരുവാനുള്ള യോഗം. ഇപ്പോൾ അത്രത്തോളം അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ അല്ല എങ്കിൽ പോലും പ്രൊഫഷണലായിട്ടുള്ളൊരു റൈസ് ആയിരിക്കും, ഒരു കരിയർ റൈസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. കുറച്ചുകൂടെ അതോറിറ്റി, പവറൊക്കെ, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു പ്രൊവിഷൻ, ഇതൊക്കെയുള്ള ഒരു പോസ്റ്റിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. വിവാഹ കാര്യങ്ങൾക്ക് നല്ല വാരമാണ്. യോജിച്ച രീതിയിലുള്ള വിവാഹബന്ധം തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ചൊവ്വാദോഷം, രാഹുദോഷം, ഇങ്ങനെയുള്ള ചെറിയ ദോഷങ്ങളൊക്കെ ഉള്ളവർക്ക് ജാതകം ചേരുന്ന രീതിയിലുള്ള ആലോചനകൾ വരുന്നത് കൊണ്ട് മനസ്സിന് സന്തോഷമുണ്ടാകാം എന്നുള്ള കാര്യം അറിയാം. ജോലിയിൽ ഒരു പ്രോഗ്രസ് പോലെ തന്നെ ബിസിനസ്സിലും ഒരു പ്രോഗ്രസ് കാണുന്നു. നഷ്ടത്തിലായിരുന്ന ബിസിനസ്സൊക്കെ ആകെ ഒന്ന് ശരിയാക്കി എടുക്കുവാനുള്ള ഒരു യോഗമുള്ള കാലമാണ്. എന്നാൽ അധികം പണം മുടക്കിയുള്ള ഒരു കാര്യത്തിനും സമയം അനുകൂലമല്ല എന്നുള്ള കാര്യം അറിയാം. അകാരണമായിട്ട്, അത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാണ്ട് തന്നെ മനസ്സിന് ടെൻഷൻ വരാം. അതാണ് ഈ വാരം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉറക്കക്കുറവും, രാത്രി ഉറക്കമുണർന്നു കഴിഞ്ഞാൽ ഒരു ചിന്ത, പല ചിന്തകൾ കാരണം മനസ്സ് അസ്വസ്ഥമാകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു വാരമാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കുറയ്ക്കുവാനായിട്ട് നാരായണീയ പാരായണം, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണാവതാരം ഭാഗം, ആ ദശകം ദിവസവും 3 പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഇരുന്ന് പാരായണം ചെയ്യുക. എല്ലാ പ്രയാസങ്ങളും, മനസ്സിൻ്റെ ടെൻഷനും നീങ്ങുമെന്ന് മാത്രമല്ല, മനസ്സിന് സന്തോഷം ലഭിക്കുകയും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ലഭിക്കുവാനുള്ള യോഗവും വന്നു ചേരും. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട.
പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം അനുഭവപ്പെടുന്നതുകൊണ്ട് ആത്മവിശ്വാസം അല്പം ഒന്ന് കുറയുന്ന വാരമാണ് എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളൊരു സംശയത്തോടുകൂടി ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ അത് ശരിയാകാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക, ഭദ്രാപ്രീതി വരുത്തുക, ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക, ഭദ്രാ സ്തോത്രം ജപിക്കുക, എന്നിട്ട് കാര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോവുക. വിജയത്തിൽ തന്നെ എത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. മാർക്കറ്റിംഗ് പീപ്പിളിന്, ചെറിയ ചെറിയ സെയിൽസൊക്കെ നടത്തുന്നവർക്ക് അല്പം വരുമാനം കൂടാനുള്ളൊരു ഭാഗ്യം ഈ പ്രാർത്ഥന കൊണ്ട് ലഭിക്കും എന്ന് അറിയുക. എന്നാൽ പഴയ ബാധ്യതയുള്ളവർക്ക് പലതരത്തിലുള്ള ടെൻഷൻസ് ഉണ്ടാവും. എങ്ങനെ റീപേയ്മെൻറ്റ് ഉണ്ടാവും, പണമൊക്കെ വരുമോ ഈ പറയുന്ന പോലെ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ടെൻഷൻസ് വരുന്ന ഒരു വാരമാണ്. അവർ മഹാലക്ഷ്മി പ്രീതി കൂടി അത്യാവശ്യം വരുത്തണം എന്നുള്ളതാണ്. മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം, അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, അത് കഴിയുമെങ്കിൽ മതി. ദിവസവും മഹാലക്ഷ്മി സ്തോത്രം കൂടി ജപിച്ചോളൂ. ഈ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവർക്ക് അവരുടെ പ്രയാസങ്ങൾ പൂർണ്ണമായി നീങ്ങുന്നുള്ളതിന് സംശയം ഒന്നും തന്നെ വേണ്ട. ജപത്തിലാണ് കാര്യം, അതാണ് ഏറ്റവും പ്രധാനം എന്നറിയാം. വിവാഹ കാര്യങ്ങളിൽ തൽക്കാലം ഒരു തീരുമാനമെടുക്കേണ്ട, കുറച്ച് സമയം കൂടെ കഴിയട്ടെ കേട്ടോ. കാരണം പൂർണ്ണമായിട്ട് യോജിക്കുന്ന രീതിയിലുള്ള വിവാഹാലോചനയൊക്കെ വരാൻ അത്രയും കൊണ്ട് സാധ്യതയുള്ള വാരമല്ല. വ്യാഴൻ മറഞ്ഞിരിക്കുക എന്ന് പറയും. വ്യാഴൻ മറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ചേരാത്തത് ചേരുന്നു തോന്നും. അതുകൊണ്ടാണ് ഈ കൂട്ടുകെട്ടൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. കൂട്ടുകെട്ട് കൊണ്ട് പ്രയാസങ്ങൾ വരാം. ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾക്കുള്ള സൂചനയും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ബിസിനസ്സിൽ പുതിയ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതല്ല എന്നുള്ള കാര്യം അറിയുക. ഷെയർ മാർക്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെ കോഷ്യസ് ആയിട്ട് വേണം മുന്നോട്ട് പോകുവാൻ. ഈ രാശിനാഥനായിട്ടുള്ള ചൊവ്വയും പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വരാൻ ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനുള്ള യോഗമുണ്ട്. അതുപോലെ നമ്മുടെ ബന്ധുക്കളെയൊക്കെ, ബന്ധുസമാഗമെന്നൊക്കെ നമ്മൾ പറയില്ലേ, വിവാഹമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ കണ്ടുമുട്ടുവാനും, അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ, ബിസിനസ്സിൽ പുരോഗതി, അതുകൊണ്ട് ചില കോൺടാക്ട്സ് കൊണ്ട് നമുക്ക് ജോലിയിലൊരു ബെറ്റർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കാനുള്ള ഭാഗ്യം, എഡ്യൂക്കേഷനിൽ ഉയർച്ച, അതായത് പ്രൊഫഷണൽസിന്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എൻജിനീയേഴ്സ്, ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, അവർക്കൊക്കെ ഭേദപ്പെട്ട കാലമാണ്. അവർക്ക് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനോ ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക് ഒരു ജോലി ലഭിക്കുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. MNCയിലൊക്കെ പ്ലേസ്മെൻറ്റ് ഉള്ളവർക്ക് കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള ജോലി അല്ലെങ്കിൽ ആ സ്ഥാനത്ത് തന്നെ ഒരു ഉയർച്ച, സാലറി ഹൈക്കൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വലിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളവർക്ക് അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കാവുന്ന ഒരു വാരമാണ്. നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. പഞ്ചമ വ്യാഴൻ എന്നൊക്കെ പറയും. ആഗ്രഹിക്കുന്ന പലതുമൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു കാലമാണ് എന്നുള്ളതുകൊണ്ട് പ്ലാൻഡായിട്ട് ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളാണ് തീർച്ചയായിട്ടും ഉണ്ടാവുക. അതുപോലെ കാരണവസ്ഥാനീയർ, ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർ, അവരുടെയൊക്കെ ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കോളൂ. എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ തന്നെ വരും. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യമുണ്ട്. അടുത്ത ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദിവസവും കഴിയുമെങ്കിൽ അവിടെ ഒരു സ്വയംവര പുഷ്പാഞ്ജലി കൂടി കഴിപ്പിക്കുക. ശിവസ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. ശിവാഷ്ടോത്തര ശതനാമാവലി ധാരാളം മതി. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങുകയും ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകുവാനും കാര്യങ്ങളിൽ വിജയത്തിലെത്തിക്കുവാനും കഴിയും. ഒരു പോസിറ്റിവിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ജപം അത്യാവശ്യമാണ്. ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പല ആരോഗ്യ പ്രയാസങ്ങളിലും അല്പം കുറവ് വരുന്ന ഒരു സമയമാണ്. അതായത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ഫലിക്കുവാൻ ഏറെ സാധ്യതയുള്ള ഒരു വാരമാണ്. ഏഴര ശനിയുടെ ദോഷമൊക്കെ ഇങ്ങനെ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു ഊർജ്ജസ്വലതയും ഒരു പോസിറ്റീവ് തിങ്കിങ്ങും ഒക്കെ വരും. എന്നാലും കോപ സ്വഭാവമുണ്ടെങ്കിൽ നിയന്ത്രിച്ചുകൊള്ളുക. കോപം കൊണ്ട് വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഒന്നകന്നു പോകാനുള്ള ഒരു സാധ്യത ഏറെയാണ് എന്നുള്ളതുകൊണ്ട് ഓഫീസിലും ഗൃഹത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രത്യേകം
പ്രത്യേകം ഒരു ശ്രദ്ധ വേണം എന്ന് അറിയുക. ഓഫീസിൽ തന്നെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷൻസ് വരുന്നുണ്ട്, ജോലി മാറിയാൽ എന്ത് എന്നൊക്കെ തോന്നും. പക്ഷെ ജോലി മാറുവാൻ പറ്റിയൊരു സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. കൊളീഗ്സിനെ കൊണ്ടോ അല്ല ഓഫീസിൽ സുപ്പീരിയർ ഓഫീഷ്യൽസിനെ കൊണ്ടോ ഒക്കെ അവരുടെ പെരുമാറ്റം ഒരു പക്ഷേ നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മനസ്സൊന്ന് സ്വസ്ഥത കുറവ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ഉയർച്ച വരുന്നൊരു സമയമാണ്. ചെറിയൊരു വരുമാന മാർഗം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ചെറിയ ജോലിയുള്ളവർക്ക് ഉയർച്ചയ്ക്കുള്ള സാധ്യതയും വിദേശത്തും ദൂരദേശത്തും വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ജോലിക്കോ ഉള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകം അറിഞ്ഞോളുക. ഈ രാശിനാഥനായിട്ടുള്ള ശനിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശനി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്ന് മാത്രമല്ല, അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തടസ്സമില്ലാതെ തന്നെ വന്നു ചേരും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. സന്തോഷമായിരിക്കും. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവേ സംസാരമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. പെരുമാറ്റവും ശ്രദ്ധിക്കേണ്ട വാരമാണ്. വളരെ അടുപ്പമുള്ളവരുമായിട്ട് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പെരുമാറ്റവും സംസാരവും നിയന്ത്രിക്കണം എന്ന് പറഞ്ഞത്. ഈ പാർട്ടിഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഗ്രഹത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ ഒരു നിയന്ത്രണം പാലിച്ച് മുന്നോട്ട് പോവുക. ഓഫീസിലും അതുപോലെ അധികാരപ്പെട്ട പവർ ആൻഡ് അതോറിറ്റി ഉള്ള പൊസിഷൻസിലിരിക്കുന്നവർ ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. പിന്നീട് ലീഗൽ കോംപ്ലിക്കേഷൻസ് വരാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ട്രാഫിക് ഒഫൻസ് അങ്ങനെയൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് അതിലും ഒരു നിയന്ത്രണം വേണം. ഡ്രൈവിംഗ് ആൻഡ് റൈഡിംഗ് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ വീഴ്ച മുറിവോ ഇതിനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ പ്രായമായവർ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും രാത്രികാല സഞ്ചാരം കുറയ്ക്കുകയും വേണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. റുമാറ്റിക് കംപ്ലയിൻസ് ഒക്കെ ഉള്ളവർ ശരീരത്തിന് വേദന, മൈഗ്രെയിൻ പോസിബിലിറ്റി ഇങ്ങനെയൊക്കെയുള്ള പല പ്രയാസങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോവുക. എന്നാൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊന്നുമേ വരില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായിട്ട് അടുത്ത മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ കഴിയുമെങ്കിൽ ഒരു ജലധാര നടത്തിക്കുക. ഓം നമ ശിവായ 108 പ്രാവശ്യം ദിവസവും ജപിച്ചുകൊണ്ട് തിങ്കളാഴ്ചകളിൽ 1008 പ്രാവശ്യം ജപിക്കുക. പൊതുവെയുള്ള ആരോഗ്യ പ്രയാസങ്ങളും സമാധാനക്കുറവും വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ബിസിനസ്സിലും തൽക്കാലം ഇടപെടരുത്. പണം അധികം ചിലവാക്കിയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് അത്ര നല്ലതല്ല. പിന്നീട് അതുകൊണ്ട് പ്രയാസങ്ങൾ വരാം. പുതിയ ലോണും ക്രെഡിറ്റ് സൗകര്യങ്ങളുമൊക്കെ ലഭിച്ചാലും അത് ബാധ്യത കുറയ്ക്കുവാനാണ് ഉപയോഗിക്കേണ്ടത്. പുതിയ ബാധ്യതയിലേക്ക് പോകുന്നതുകൊണ്ട് ഭാവിയിൽ പല തരത്തിലുള്ള പ്രയാസങ്ങളുടെ സൂചനയുണ്ട്. വസ്തുവിൻ്റെ ക്രയവിക്രയവും വളരെ ശ്രദ്ധിച്ച് വേണം നടത്തുവാൻ എന്നുള്ള കാര്യം അറിയുക. പിന്നീട് അതിലും ചെറിയ പ്രയാസങ്ങൾ വരാം, പ്രത്യേകിച്ച് വസ്തു വാങ്ങുകയാണെങ്കിൽ. പ്രണയകാര്യങ്ങൾക്ക് ഒട്ടും നല്ല സമയമല്ല. പ്രണയമൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക. പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകെട്ട് കുറച്ച്, വിനോദം കുറച്ച് പഠനകാര്യങ്ങളിൽ ശ്രദ്ധിച്ചോളൂ. ഉയർച്ച വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്നുള്ള ശ്ലോകം 9 പ്രാവശ്യം ജപിച്ചോളൂ. പഠനകാര്യങ്ങളിൽ ഉയർച്ച വരും എന്ന് മാത്രമല്ല, ചെറിയ വരുമാനമാർഗം ലഭിക്കുവാനും ഔചിത്യത്തോടുകൂടി സംസാരിക്കുവാനും ദേവി നാവിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അകന്നു പോകുവാൻ സാധ്യതയുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളതയോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി. സാമ്പത്തികമായി അല്പം ഒന്ന് മെച്ചപ്പെടാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് ചെറിയൊരു വരുമാന മാർഗം, ഒരു ജോലിയൊക്കെ ലഭിക്കാൻ ഭാഗ്യമുണ്ട്. മാർക്കറ്റിംഗ് ഫീൽഡ്, ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സെയിൽസ് കൂടാനും അപ്പോൾ അതുകൊണ്ട് വരുമാനം വർദ്ധിക്കുവാനും ഒക്കെ യോഗമുള്ള ഒരു വാരമാണ്. വളരെ ശ്രദ്ധയോടുകൂടി കാൽക്കുലേറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് പഴയ ബാധ്യത, കടമൊക്കെ ഉള്ളവർക്ക് അത് കാര്യമായിട്ട് കുറയ്ക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പ്രാർത്ഥന അത്യാവശ്യം.
അത് പ്രത്യേകം അറിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് 7ര ശനിയുടെ ഒരു തുടക്കമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളുടെ സൂചനയും കൂടിയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. വൈകാരികമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ, അതായത് ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമോ, കുട്ടികളുടെ ആ ഒരു രീതി, ജീവിത രീതി പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ടാകുന്ന മനപ്രയാസമൊക്കെ വരുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. എന്നാൽ സന്തതി ഭാവത്തിന് നല്ല സമയമാണ്. അവർക്ക് ജോലി ലഭിക്കുക, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ച വരിക, അവരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുക, ഇങ്ങനെയുള്ള ഭാഗ്യമൊക്കെ ഉണ്ട്. സന്തതിയുടെ ജനനം, കുടുംബത്തിൽ ചെറിയ ആഘോഷമൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളുക. പൊതുവെ സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഈ വാരം പ്രതീക്ഷിക്കുക. എന്നാൽ കണ്ണ് സംബന്ധമായിട്ടുള്ള ചെറിയ പ്രയാസം, ഈ രാശിയിൽ ജനിച്ചവരുടെ പിതൃസ്ഥാനീയർ, അതായത് അച്ഛൻ്റെ കുടുംബക്കാർക്ക് ചെറിയ പ്രയാസങ്ങൾ വരിക, അപ്രതീക്ഷിതമായിട്ട് ധനനഷ്ടം അല്ലെങ്കിൽ പണച്ചെലവ് വരിക, വാഹനത്തിനൊക്കെ ചെറിയ റിപ്പയറും ഒക്കെ വരും. ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്നാലും സാമ്പത്തികമായിട്ട് മെച്ചമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ് ഈ വാരം കാണുന്നത് എന്നുള്ള കാര്യം അറിയാം. എന്നാൽ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ, ഷെയർ ട്രേഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അല്പം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. പ്രയാസങ്ങൾ നീക്കുവാനും ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകുവാനുമായിട്ട് വ്യാഴപ്രീതി വരുത്തിക്കൊള്ളുക. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. ഈ ശ്ലോകം ദിവസം 9 പ്രാവശ്യം ജപിച്ചോളും. എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നു. മാത്രമല്ല കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. ഇനി മെയിൽസാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം ഇവ ഉണ്ടായിരിക്കണം. അതുകൂടാണ്ട് എന്താ പേര്, എവിടെ നിന്നാണ് മെയിൽ അയക്കുന്നത് എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്താൽ വളരെ നല്ലത്. എന്താ അറിയേണ്ടതെന്നുള്ളത് പൊതുവേ സമയം എന്നാണ് പലരും എഴുതാറ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇപ്പോൾ ജോലിക്ക് നല്ല സമയത്തിൽ ആയിരിക്കുമ്പോൾ വിവാഹത്തിന് നല്ല സമയമായിരിക്കില്ല. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ടാണ് എന്താ അറിയേണ്ടതെന്ന് ഒന്ന് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാൻ ഓർത്തിരിക്കുക. ഇനി മെയിലിലേക്ക് കടക്കാം. ശ്രീമതി ജീന സാം, കൊച്ചിൻ. മകൾ മൂലം നക്ഷത്രം, 32 വയസ്സ്, MBA, എക്സിക്യൂട്ടീവ് MBA ഫ്രം IIM, ഗുഡ് പൊസിഷൻ ഇൻ MNC, വളരെ നല്ല പൊസിഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ട് മാരീഡ്, 24th year മാരേജ് വാസ് ഫിക്സ് ബട്ട് ഇറ്റ് ഫിസിൽഡ് ഔട്ട്. വെൻ ഈസ് ഷീ ഗോയിങ് ടു ഗെറ്റ് മാരീഡ് എന്നാണ് ശ്രീമതി ജീന സാം ചോദിക്കുന്നത്. എന്താ കാര്യം എന്നൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലാണോ പുറത്താണോ എന്നും പറഞ്ഞിട്ടില്ല. കാരണം വിദേശ യോഗമാണ് ഇതിനകത്ത് കാണുന്നത്. ജാതകത്തിനകത്തെ വിദേശ യോഗമാണ് കാണുന്നത്. ഇപ്പോൾ വിവാഹകാലമാണ് കേട്ടോ. 2024 എന്ന് പറയുന്ന വിവാഹകാലമാണ്. ഇപ്പോൾ ശ്രമിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ശ്രമിച്ചാൽ 9 മാസത്തിനകം തന്നെ വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. ഓൾറെഡി ഷീസ് ഇൻ എ വെരി ഗുഡ് പൊസിഷൻ എന്നാണ് ജാതകത്തിൽ കാണുന്നത്. പിന്നെ വിവാഹ കാര്യങ്ങളിൽ ചൊവ്വയുടെ ഒരു ദൃഷ്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിവാഹം എന്തോ ഇങ്ങനെ നിശ്ചയിച്ചിട്ട് അത് പോയി എന്നൊക്കെ പറയാം. അന്ന് 24 വയസ്സിൽ ദശാപഹാരവും അനുകൂലമായിരുന്നില്ല. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ. ഏതായാലും വിവാഹ കാര്യങ്ങളിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഷീൽ ഗെറ്റ് എ വെരി ഗുഡ് മാരേജ് ആൻഡ് ഷീൽ കം അ വെരി വെൽ ആഫ്റ്റർ മാരേജ്. അതിലും സംശയം ഒന്നും തന്നെ വേണ്ട. പ്രായത്തിന് വലിയ ഷീസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് വൈകിയായിരിക്കും സാധാരണഗതിയിൽ വിവാഹം വരിക. അതിലൊട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. സന്തോഷമായിട്ടിരിക്കുക. ഇനി അടുത്ത മെയിലാണ്. ശ്രീമതി തങ്കം എസ് നായർ, നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ഹസ്ബൻഡ് ചതയ നക്ഷത്രം, അസുഖമാണ് എപ്പോഴും. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നടത്തുന്നത്. എന്താണ് പരിഹാരം? അസുഖത്തിൽ നിന്ന് ഒരു മോചനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീമതി തങ്കം എസ് നായർ. നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ഇവിടെ നെയ്യാറ്റിൻകരയിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ. സമർപ്പണ മനോഭാവത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറാത്ത പ്രയാസങ്ങളില്ല, ആരോഗ്യ പ്രശ്നങ്ങളില്ല. ദിവസവും നാരായണീയ പാരായണം വേണം. അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നാരായണീയം എത്ര ദശകം ഒരു ദിവസം വായിക്കാമോ അത്രയും നല്ല. ഒരു ദിവസം പോലും മുടക്കരുത്. നാരായണീയ പാരായണത്തിൻ്റെ ഓരോ ദശകവും വായിക്കുന്നതിൻ്റെ ദിവസവും മുടങ്ങാതെ ഒരു ദശകം പ്രത്യേകം വായിക്കുക. അതായത് ശ്രീകൃഷ്ണ അവതാരം ഭാഗം.
ബുധനാഴ്ച വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ പോയി നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ശ്രീകൃഷ്ണാവതാരം ദശകം പാരായണം ചെയ്തോളൂ. ഭഗവാൻ ഒരു മാർഗം കാണിച്ചു തരും. അതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. നല്ലൊരു സ്ഥിതിയിലെത്തും. അതിലും സംശയം ഒന്നും തന്നെ വേണ്ട. ഇപ്പോഴത്തെ ഈ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാരമില്ല കേട്ടോ. അതൊക്കെ തിരിച്ച് കിട്ടുന്ന രീതിയിൽ അനുഭവങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊണ്ടുതരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. മഹാലക്ഷ്മി സ്തോത്രം കൂടി ജപിച്ചോളൂ കേട്ടോ. അപ്പോഴേക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു അറിയാം എക്സ്പെൻസീവ് ആവും, പക്ഷേ അത് മാർഗം ഉണ്ടാവും. അതൊക്കെ തിരിച്ചു കിട്ടും. സന്തോഷമായിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. ഇനി ശ്രീ നമ്പീശൻ പൂങ്കുന്നത്ത് നിന്നാണ്. ശ്രീ നമ്പീശൻ പൂങ്കുന്നത്ത് നിന്നാണ്. 34 വയസ്സ്, മകൾ M.Tech ആണ്. ഇപ്പോൾ ന്യൂസിലൻഡിലാണ്. പൂയം നക്ഷത്രമാണ്. വിവാഹം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ മെയിൽ ചെയ്തിട്ടുണ്ട്. ഷി വാസ് വെരി ബ്രൈറ്റ് ഇൻ അക്കാഡമിക്സ്, ബട്ട് ഷീ ഫസ്റ്റ് ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ വെരി ഗുഡ് ജോബ്. എനിവേ ഷീ ഈസ് ഇൻ എ വെരി ഗുഡ് പൊസിഷൻ ഇൻ ന്യൂസിലൻഡ്. ദാറ്റ് ഇസ് വൈ ഐ ആം വെരി ഹാപ്പി, ബട്ട് ഷീ ഈസ് യെറ്റ് ടു ഗെറ്റ് മാരിഡ്. ഇംഗ്ലീഷിലാണ് മെയിൽ. അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ് ഓഫീഷ്യലായിരുന്നു ശ്രീ നമ്പീശൻ. പൂയം നക്ഷത്രമാണ്. ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ അതായത് വിവാഹകാര്യം എല്ലാത്തിനും നമുക്ക് നല്ല സമയം ഒരുമിച്ച് വരില്ല. അപ്പോൾ വിവാഹത്തിന് നല്ല സമയമാണ്. 11 മാസത്തിനകം തന്നെ വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. സന്തതി ഭാവത്തിന് അത് ചോദിച്ചിട്ടുണ്ട്. സന്തതി ഭാവത്തിനൊന്നും ദോഷമില്ല, കുട്ടികളുണ്ടാവും. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, ശിവ പാർവതി സ്തോത്രം ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട കേട്ടോ. മഹാദേവൻ ശ്രീ പാർവതിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. നല്ലൊരു വിവാഹ ജീവിതം സുഖകരവും സന്തോഷകരവുമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇനി അടുത്തത് ചിരഞ്ജീവി സാരംഗാണ്. ഉത്രട്ടാതി നക്ഷത്രം. ചെർപ്പളശ്ശേരിയിൽ നിന്നാണ് മെയിൽ. B.Tech മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. 15 വർഷം മ്യൂസിക് പഠിച്ചു അല്ലേ. നല്ല പല ഗുരുക്കന്മാരുടെ കീഴിൽ മ്യൂസിക് പഠിച്ചു. മ്യൂസിക് പഠിക്കാൻ വേണ്ടി തന്നെ ചിദംബരത്ത് വെരി ഗുഡ്. തമിഴ്നാട്ടിലൊക്കെ പോയി മ്യൂസിക് വലിയ ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും സംഗീത രംഗത്തും ഒരു നല്ല നിലയിലാകുവാൻ കഴിഞ്ഞില്ല. B.Tech ആണെങ്കിലും നല്ല മാർക്സോടുകൂടി ക്വാളിഫൈ ചെയ്തിട്ടും നല്ലൊരു നിലയിൽ എത്തിയില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യുക, പരിഹാരം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശ്രീ ചിരഞ്ജീവി സാരംഗ്. ശ്രീ സാരംഗ് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ശുക്രൻ്റെ ബലമുള്ള ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാലത്ത് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു സ്ഥിതിയിലെത്തും. ജോലിയിൽ വിദേശ ജോലിക്ക് തന്നെ ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ MNCയിൽ ഇപ്പം തന്നെ ശ്രമിച്ചോളൂ. ഇപ്പോൾ ചെറിയ ജോലിയാണ്, അത് പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ സാലറി, പ്രൈവറ്റ് ഫാമിലാണ്. MNCയിൽ തന്നെ കിട്ടാനുള്ള യോഗമുണ്ട്. വിതിൻ 3 to 6 months നല്ലൊരു ജോലി കിട്ടും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഈ കാലത്ത് സംഗീതത്തിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു റെക്കഗ്നിഷൻ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ 7:30 ശനിക്കാലത്തെ പ്രയാസങ്ങൾ നീക്കേണ്ടത് അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് ശനിപ്രീതി വരുത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിച്ചോളും. അങ്ങനെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ ഭജന വരുന്നുള്ളൂ കേട്ടോ. കലാരംഗത്ത് ഉയർച്ച വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഈ മെയിലിലേക്ക് അയയ്ക്കുക. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം ഇവ ഉണ്ടായിരിക്കണം. നക്ഷത്രവും ഉണ്ടായിരിക്കും. എന്താ അറിയേണ്ടതെന്ന് കൂടി മെൻഷൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ കഴിയുന്നതും മെയിൽസിന് മറുപടി നൽകുവാൻ ശ്രമിക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു വാരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.